ഹലോ, അസ്സാം വലൈക്കും. ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബർക്കത്ത് അഥവാ ഐശ്വര്യം. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ചില അശ്രദ്ധമായ പ്രവർത്തികൾ ഈ ഐശ്വര്യം നഷ്ടപ്പെടുത്താനും ദാരിദ്ര്യം കടന്നു വരാനും കാരണമാകാറുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച അത്തരം കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. നിസ്കാരത്തിൽ വീഴ്ച വരുത്തുക. അള്ളാഹുവിനോടുള്ള കടമയായ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാതിരിക്കുന്നത് ജീവിതത്തിലെ ഐശ്വര്യം ഇല്ലാതാക്കും. നഗ്നമായിട്ട് കിടന്നുറങ്ങുക അല്ലെങ്കിൽ നഗ്നമായി കുളിക്കുക. ലജ്ജ എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് പാലിക്കാതിരിക്കുന്നത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും. ഭക്ഷണത്തോട് അനാദരവ് കാണിക്കുക. വീണുപോയ ഭക്ഷണ ശകലങ്ങൾ പെറുക്കിയെടുക്കാതിരിക്കുകയോ ഭക്ഷണത്തെ നിസ്സാരമായി കാണുകയോ ചെയ്യുന്നത് വലിയൊരു ദോഷമാണ്. അടുത്തത്, അതിരാവിലെ ഉറങ്ങുക. സുബഹിക്ക് ശേഷം സൂര്യോദയം വരെയുള്ള സമയം പ്രാർത്ഥനയ്ക്കും ഉപജീവനത്തിനുമായി നീക്കിവെക്കേണ്ടതാണ്. ഈ സമയത്തെ ഉറക്കം ഐശ്വര്യം തടയും. അടുത്തത്, ഭക്ഷണത്തിന് കൃത്യമായ മര്യാദകളുണ്ട്. അത് ലംഘിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും. നഖം കടിക്കുക. ഇതൊരു മോശം സ്വഭാവമായിട്ടാണ് കാണപ്പെടുന്നത്. നഖം കടിക്കുന്ന ശീലം ദാരിദ്ര്യം വരുത്തുമെന്ന് പറയപ്പെടുന്നു. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകുക എന്നത് സുന്നത്താണ്. ശുചിത്വമില്ലായ്മ ഐശ്വര്യക്കേടാണ്. ചുമരിലോ വാതിലിലോ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് അഹങ്കാരത്തിൻ്റെ അടയാളമായും ഭക്ഷണത്തോടുള്ള അനാദരവായും കാണപ്പെടുന്നു. മാതാപിതാക്കളെ വെറുപ്പിക്കുക. മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മക്കളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. മാതാപിതാക്കളെ വെറുപ്പിക്കുക. മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മക്കളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അവരോട് മോശമായി പെരുമാറുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും പരാജയമായിരിക്കും. കുടുംബബന്ധം മുറിക്കുക. കുടുംബാംഗങ്ങളുമായി പിണങ്ങി നിൽക്കുന്നതും ബന്ധം വിച്ഛേദിക്കുന്നതും ഐശ്വര്യം തടയുന്ന വലിയൊരു പാപമാണ്. വസ്ത്രം ധരിച്ചുകൊണ്ട് അത് തുന്നുക. ശരീരത്തിൽ വസ്ത്രം ഇരിക്കുമ്പോൾ തന്നെ അത് തുന്നുന്നത് ഒഴിവാക്കണമെന്ന് ചില പണ്ഡിതന്മാർ ഉപദേശിക്കുന്നു. അനാവശ്യമായ സംസാരം ഹൃദയത്തെ കടുപ്പിക്കുകയും ജീവിതത്തിലെ ബറക്കത്ത് കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ വീടുകളിൽ ഐശ്വര്യം നിറയാൻ ലളിതമായ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതൊക്കെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നും പിന്നിട്ട് നിൽക്കാൻ ഒരുപാട് ഉപകാരപ്പെടും. ഇസ്ലാമിൽ ദാരിദ്ര്യം എന്നത് വെറും ഒരു കഷ്ടപ്പാടല്ല, മറിച്ച് അതൊരു പരീക്ഷണമാണ്. ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുന്നവനും ഐശ്വര്യത്തിൽ നന്ദി കാണിക്കുന്നവനും അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനം ലഭിക്കും. എങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ചില തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവ നമ്മുടെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു, ഐശ്വര്യം ഇല്ലാതാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പ്രബോധത്തിലും ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. ജീവിതത്തിൽ ഐശ്വര്യം വരാനുള്ള കുറച്ച് വഴികൾ നമുക്ക് ഒന്ന് നോക്കാം. പുലർച്ചെയുള്ള ജോലി. പ്രഭാതത്തിൽ ജോലി തുടങ്ങുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകുന്നു. കുടുംബ ബന്ധം ചേർക്കുക. ബന്ധുക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നതും ആയുസ്സും ആരോഗ്യവും സമ്പത്തും വർദ്ധിപ്പിക്കും. തവക്കുൽ. അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക. ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ഫലം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്യുക. സൂറത്തുൽ വാക്കിയ. ദിവസവും രാത്രിയിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ദാരിദ്ര്യം തടയാൻ സഹായിക്കുമെന്ന് നബിവചനങ്ങളിൽ ഉണ്ട്. ദാരിദ്ര്യം എന്നത് വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ചുറ്റുമുള്ളവർക്ക് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പ്രവാചക വചനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഇസ്ലാമിലുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം.
ദാരിദ്ര്യം നീങ്ങാനും ഐശ്വര്യത്തിനുമുള്ള പ്രാർത്ഥനയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലോകരക്ഷിതാവായ അല്ലാഹുവേ, നീയാണ് സർവ്വലോകങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ. നിന്റെ ഖജനാവ് ഒരിക്കലും തീർന്നു പോകാത്തതാണ്. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ കാരണം ഞങ്ങളുടെ ഐശ്വര്യം, ബർക്കത്ത് നീ തടയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നും, പട്ടിണിയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റബ്ബേ. ഞങ്ങളുടെ കൈകളിൽ നീ ബർക്കത്ത് നൽകണമേ. ഹലാലായ മാർഗത്തിലൂടെ മാത്രം ഞങ്ങൾക്ക് ഉപജീവനം നൽകണേ. ഹറാമായ സമ്പത്തിൽ നിന്നും നീ ഞങ്ങളെ അകറ്റി നിർത്തണമേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഹൈറും ബർക്കത്തും നൽകണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അത് വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ. നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ ഞങ്ങളുടെ ജീവിതം നിറയ്ക്കണമേ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.